ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പഴകിയ ഭക്ഷണമാണ് ലഭിക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ എന്തു ചെയ്യും? ചിലപ്പോൾ അവിടെ ബഹളമുണ്ടാക്കും, അല്ലെങ്കിൽ പോലീസിലോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലോ പരാതി നൽകും. എന്നാൽ മലപ്പുറം തിരൂർ സ്വദേശിയായ ജിഷാദ് തനിക്ക് ഹോട്ടലിൽ നിന്നും അഴുകിയ മാംസം കിട്ടിയതോടെ പരാതി മാത്രമല്ല നൽകിയത്, ഉപഭോക്തൃ കോടതിയിൽ നിയമ പോരാട്ടവും നടത്തി. ഒടുവിൽ കോട്ടക്കലിലെ സാൻകോസ് റെസ്റ്റോറൻറ്റിന് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ 50,000 രൂപ പിഴയുമിട്ടു. ഹോട്ടലിനെതിരെ നിയമ പോരാട്ടം നടത്തിയ ജിഷാദ് ന്യൂസ് 18 വളാഞ്ചേരി മേഖലാ റിപ്പോർട്ടറാണ്. ജിഷാദ് ഭാര്യയും 5 വയസ്സുള്ള മകളുമൊത്താണ് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലെത്തിയത്. ചിക്കൻ വിഭവം മകൾക്ക് നൽകാനായി ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് അതിനകത്ത് പുഴുവിനെ കണ്ടത്. ഉടനെ ഹോട്ടൽ അധികൃതരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയെങ്കിലും അപമര്യാദയായി പെരുമാറി. തുടർന്ന് കോട്ടക്കൽ നഗരസഭയിലും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലും പരാതി നൽകി. മുനിസിപ്പൽ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് സ്ഥാപനം അടച്ചുപൂട്ടുകയും ശുചീകരണ പ്രവൃത്തിക്ക് ശേഷമേ തുറക്കാവൂ എന്ന് ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് ജിഷാദ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. കമ്മീഷണറിൽ നിന്നും നോട്ടീസ് കൈപ്പറ്റിയ റെസ്റ്റോറന്റ് ഉടമ മറുപടി ബോധിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി. തുടർന്ന് പരാതിക്കാരൻ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച കമ്മീഷൻ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തിയാണ് പിഴ വിധിച്ചത്. അഴുകിയ ഭക്ഷണം വിതരണം ചെയ്യാനുണ്ടായ സാഹചര്യം ഗുരുതരമാണെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ മറ്റു നടപടികൾ ആവശ്യമാണെന്നും 50,000 രൂപ പിഴയും 5,000 രൂപ കോടതി ചെലവ് നൽകുന്നതിന് വിധിച്ചുകൂടൽ ഉത്തരവിൽ കമ്മീഷൻ പറഞ്ഞു. ഒരു മാസത്തിനകം പിഴ അടയ്ക്കാതിരുന്നാൽ പരാതി തീയതി മുതൽ 12% പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടു. നേരത്തെ ഹോട്ടൽ ഉടമകൾ ജിഷാദിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുകയും തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ അനുകൂല വിധി കൂടി വന്നതോടെ യഥാർത്ഥ വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം.